അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന മഹത്തായ ഒരു സുദിനത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. പ്രവാചക സ്നേഹം മനസ്സിൽ പൂത്തുലർന്നിരിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ അല്പം സംസാരിക്കാം. അതിൽ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായി അയക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങളെ തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു സർവ്വരെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിലാരും പരിപൂർണ വിശ്വാസിയാകുന്നില്ല. എന്നാൽ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഞാൻ സ്നേഹിക്കുന്നു എന്ന് വെറും വാക്ക് പറഞ്ഞതുകൊണ്ടോ നബിയെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചതുകൊണ്ടോ അത് പുണ്യ നബിയോടുള്ള സ്നേഹം ആകുന്നില്ല. മറിച്ച് അല്ലാഹു അവന്റെ ദൂതരായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചത് അനുസരിക്കുകയും വിരോധിച്ചത് വെടിയുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവിടുത്തെ പാത പരിപൂർണമായി പിന്തുടരണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നേഹം ആകുന്നുള്ളൂ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. നമ്മുടെ ലോക വിജയത്തിന് വേണ്ടി ഏറെ പ്രയാസങ്ങൾ സഹിച്ചു. ത്വായിഫിൽ നിന്ന് കല്ലേറ് കണ്ട് കണങ്കാൽ പൊട്ടി രക്തമൊഴുക്കിയതും കുട്ടികളുടെ പരിഹാസമേൽക്കേണ്ടി വന്നതും സ്വന്തം നാട്ടിൽ നിന്ന് ഹിജറ പോകേണ്ടി വന്നതുമെല്ലാം വിശുദ്ധ ദീനിന്റെ ഉന്നമനത്തിനും നമ്മുടെ അദമ്യമായ ഊർജ്ജക്കും വേണ്ടിയാണ്. എന്തിനേറെ മരണസമയത്ത് പോലും ഈ ഉമ്മത്തിന്റെ കാര്യത്തിലാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീരൊഴുക്കിയത്. മുൻഗാമികളായ സ്വഹാബി വര്യന്മാർ നബിയെ ഏറെ സ്നേഹിച്ചവരായിരുന്നു. അവിടത്തെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിനോട് കഴുമരത്തിൽ വെച്ച് ശത്രുക്കൾ ചോദിച്ചില്ലേ, താങ്കൾക്ക് പകരം മുഹമ്മദിനെ വധിക്കുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഖുബൈബിന്റെ മറുപടി ധീര്യവും ഉദാത്തമായ സ്നേഹത്തിന്റെ മാതൃകയുമായിരുന്നു. മുഹമ്മദിനെ വധിക്കുന്നത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരു ഉദാത്തമായ സ്നേഹമാണിത്. ഒരിക്കൽ ഒരാൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, എന്നാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അതിനു വേണ്ടി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടുതലായി നിസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ മറ്റു ആരാധന കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എങ്കിലും താങ്കളെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ സ്നേഹിച്ചവരുടെ കൂടെയാണ് നീ. പ്രവാചകനെ സ്നേഹിക്കൽ സ്വർഗപ്രവേശനവും നബിയുടെ സാമീപ്യവും നമുക്ക് നേടിത്തരും. പ്രവാചകനെ ഇകഴ്ത്താനും കരുവാരത്തേക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. അത്തരം സംക്രമങ്ങളിൽ നാം അരയും തലയും മുറുക്കി രംഗത്തു വരാറുണ്ട്. അതൊക്കെ നബിയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം ഉടലെടുക്കേണ്ട ഒന്നല്ല പുണ്യ നബിയോടുള്ള സ്നേഹവാഴ്പുകൾ. നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അവിടത്തോടുള്ള ഇഷ്ക പ്രകടനമാക്കണം. നബിയുടെ മേലിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ അവിടുത്തെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും എന്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next is just number